ഇവിടെ ഒരു കുട്ടിപ്പയ്യൻ അവന്റെ വീടിന്റെ ഫ്ലോറില് ഒരു ഗോലി എടുത്ത് വെക്കുകയാണ്. നോക്കുമ്പോ അതുരുണ്ട് ആ വീടിന്റെ ചരിഞ്ഞ ഭാഗത്തേക്ക് പോകുന്നു. ഇത് കണ്ട് അച്ഛനും അമ്മയും വണ്ടറടിച്ചിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ആ വീട് അവര് ഇപ്പൊ വാങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്ക് വീട് ചരിഞ്ഞു എന്നായിരുന്നു അവരുടെ സംശയം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ആ പയ്യന്റെ അച്ഛൻ അതേ ഗോലി എടുത്ത് ഫ്ലോറിൽ വെക്കുന്നു. പക്ഷെ ഇപ്പൊ ആ ഗോലി അവിടെ നനങ്ങിയതേ ഇല്ല. നോക്കുമ്പോ തറ ഫ്ലാറ്റ് ആയ പോലെ തന്നെ ഉണ്ട്. ഇത് കണ്ട് ഭാര്യ പറഞ്ഞു, തറ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, നമ്മളാണ് ഓരോന്ന് ചിന്തിച്ച് പേടിക്കുന്നതെന്ന്. അങ്ങനെ അന്ന് രാത്രി അവിടെ ഭയങ്കര മഴ പെയ്യാണ്. മഴ സമയത്താണെങ്കിൽ ആ വീടിന് ക്രാക്കും വീഴുന്നുണ്ട്. അതുകൂടാതെ വീടിന്റെ കുറച്ച് സെന്റിമീറ്റർ താഴ്ന്നിട്ടുമുണ്ട്. അങ്ങനെ പിറ്റേന്ന് പതിവ് പോലെ അയാൾ ജോലിക്ക് പോവാണ്. അപ്പൊ ആ ബിൽഡിംഗ് ഇരിക്കുന്ന റോഡിൽ നിറയെ ക്രാക്ക് വന്നിരിക്കുന്നത് കാണുന്നു. ഉടനെ അയാൾ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ബിൽഡിംഗിന്റെ മാനേജ്മെന്റിനെ കോൾ ചെയ്യാണ്. എന്നിട്ട് കാര്യം പറഞ്ഞതും അവര് പറഞ്ഞു, നിങ്ങൾ മാത്രം ഇത് പറഞ്ഞാൽ പറ്റൂല, ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എല്ലാവരും സൈൻ ചെയ്ത് തന്നാലേ അവര് വന്ന് ചെക്ക് ചെയ്യുന്നു. ഉടനെ അയാൾ അവിടെ താമസിക്കുന്ന ആൾക്കാരോട് ഈ പ്രോബ്ലം പോയി പറയാണ്. പക്ഷെ ആരും അത് വിശ്വസിച്ചതേയില്ല. അങ്ങനെ ഒരു ദിവസം ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരാള് തൊട്ടപ്പുറത്തെ നെയ്ബറോട് ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് കുലുങ്ങാൻ തുടങ്ങി. റോഡിലാണെങ്കിൽ വലിയ വലിയ വിള്ളലും ഉണ്ടാവുകയാണ്. ഉടനെ അവൻ നെയ്ബറോട് ഹെൽപ്പ് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ആ ബിൽഡിംഗ് കുഴിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് താരാൻ തുടങ്ങി. നോക്കുമ്പോ ആ ബിൽഡിംഗ് എവിടെയും നിൽക്കാതെ പല മീറ്റർ ആഴത്തിലേക്ക് വീഴാണ്. അങ്ങനെ ആ വലിയ ബിൽഡിംഗ് ഒരിടത്ത് സ്റ്റക്കായി നിന്നത് ബിൽഡിംഗിലേക്ക് ഒരു കാറ് വന്ന് വീഴാണ്. ശേഷം കുറച്ചു കഴിഞ്ഞ് റെസ്ക്യൂ ടീം അവിടേക്ക് വന്ന് അവരെ രക്ഷിക്കാൻ നോക്കുന്നു. പക്ഷെ അവരെ താഴേക്ക് ഇറങ്ങും തോറും വീണ്ടും തറ മോളിൽ നിടിയാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ഉള്ളിലേക്ക് ഇറങ്ങാനേ പറ്റാതെ ഒരു ഡ്രോൺ ഉള്ളിലേക്ക് ഇറക്കുകയാണ്. പക്ഷെ ഡ്രോണും കുറച്ചു ദൂരം പോയ ശേഷം സിഗ്നൽ ലോസ്റ്റ് ആയി താഴേക്ക് വീഴുന്നു.